BLM, കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. അമേരിക്കൻ ഭൂഖണ്ഡത്തിൽ ഫുട്ബോൾ ലോകകപ്പിന് വിസിലുയരുമ്പോൾ ബ്രസീൽ സംഘത്തിൽ നെയ്മർ ഉണ്ടാകുമെന്ന് ഉറപ്പായി. ബ്രസീൽ ഫുട്ബോൾ പ്രേമികളെ ഏറെ ആശങ്കയിലായിത്തീരുന്ന നെയ്മർ ഉണ്ടാകില്ലേ എന്ന ചോദ്യമാണ്. എന്നാൽ ജൂണിൽ ആരംഭിക്കുന്ന ഫിഫ ഫുട്ബോൾ ലോകകപ്പിനുള്ള 26 അംഗ ബ്രസീൽ ടീമിനെ കോച്ച് കാർലോ ആഞ്ചലോട്ടി പ്രഖ്യാപിച്ചപ്പോൾ അതിൽ 34-കാരനായ നെയ്മർ ഉൾപ്പെട്ടു. ഇതോടെ എല്ലാ അഭ്യൂഹങ്ങൾക്കും വിരാമമായിരിക്കുകയാണ്. നെയ്മറിന്റെ ഫിറ്റ്നസുകളെ ചൊല്ലി നിരീക്ഷകർക്കിടയിൽ സംശയങ്ങൾ നിലനിന്നെങ്കിലും താരത്തിന്റെ അനുഭവ സമ്പത്തിലും കളിമിടുക്കിലും കോച്ച് കാർലോ ആഞ്ചലോട്ടി വിശ്വസിച്ചു വരികയായിരുന്നു. വിനീഷ്യസ് ജൂനിയർ, റഫീഞ്ഞ തുടങ്ങിയ പ്രമുഖ താരങ്ങളും ടീമിലുണ്ട്. 79 ഗോളുകളുമായി ബ്രസീലിന്റെ എക്കാലത്തെയും മികച്ച ഗോൾ വേട്ടക്കാരനായ നെയ്മർ 2023 ഒക്ടോബറിലുണ്ടായ പരിക്കിന് ശേഷം പൂർണ്ണ കായികക്ഷമത തിരിച്ചുപിടിക്കാൻ ഏറെ ബുദ്ധിമുട്ടുകയായിരുന്നു. PSG-യിലായിരുന്ന താരം 2023 സൗദി ക്ലബ്ബ് അൽ ഹിലാലിലേക്ക് ചൂടുമാറുകയും പിന്നീട് കഴിഞ്ഞ വർഷം ബ്രസീലിലെ സാന്റോസ് ക്ലബ്ബിലേക്ക് തിരികെ പോവുകയും ചെയ്തു. പരിക്ക് വില്ലനായതോടെ ഒട്ടേറെ മത്സരങ്ങളാണ് താരത്തിന് നഷ്ടമായത്. 2025 മെയിൽ ടീമിന്റെ ചുമതല ഏറ്റെടുത്ത ശേഷം ഇതാദ്യമായാണ് ഇറ്റാലിയൻ കോച്ച് നെയ്മർ ടീമിലേക്ക് വിളിക്കുന്നത് എന്ന പ്രത്യേകതയുണ്ട്. 2014, 2018, 2022 ലോകകപ്പുകളിൽ കളിച്ച നെയ്മർ ആദ്യ ലോകകപ്പിൽ 4 ഗോൾ അടിച്ചിരുന്നു. റഷ്യൻ ലോകകപ്പിലും ഖത്തർ ലോകകപ്പിലും 2 വീതം ഗോളും അടിച്ചു. 2026 വലിയ പ്രതീക്ഷയോടെയാണ് ബ്രസീൽ എത്തുന്നത്. നെയ്മറിന്റെ ഉൾപ്പെടെ മികവ് ടീമിന് നിർണായകമാകും. യുവതാരങ്ങളായ എൻട്രിക്, റയാൻ എന്നിവർ താരങ്ങളുടെ കരിയറിലെ ആദ്യ ലോകകപ്പ് പ്രവേശനത്തിനുള്ള തയ്യാറെടുപ്പിലാണ്. വിനീഷ്യസ് ജൂനിയർ, റഫീഞ്ഞ എന്നിവർ സൂപ്പർ താരങ്ങളും ടീമിലുണ്ട്. എന്നാൽ പരിക്കേറ്റ റോഡ്രിഗോ, എസ്താവോ എന്നിവരുടെ അഭാവം ടീമിന് തിരിച്ചടിയാണ്. കോച്ച് കാർലോ ആഞ്ചലോട്ടിയുമായുള്ള കരാർ 2030 വരെ നീട്ടിയിട്ടതായും ബ്രസീലിൽ ഫുട്ബോൾ കോൺഫെഡറേഷൻ വ്യക്തമാക്കിയിട്ടുണ്ട്. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്റ്റേർഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.